ഹലോ, അങ്ങനെ ഇന്നൊരു ബക്കറ്റ് ചിക്കൻ അടിക്കാനുള്ള പരിപാടി കേട്ടോ. ആ കോവിഡിൻ്റെ സമയത്താണ് ലാസ്റ്റ് ബക്കറ്റ് ചിക്കൻ അടിച്ച് കഴിച്ചത്. അത് കഴിഞ്ഞാൽ പിന്നെ കഴിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബക്കറ്റ് ചിക്കൻ കഴിക്കാനൊരു തോന്നൽ വന്നത്. നമ്മൾ ശ്രീതേട്ടയുടെ വയലിലാട്ടോ ഇതെല്ലാം സെറ്റാക്കിയിരിക്കുന്നത്. അവിടെയാണ് ഇതിന് പറ്റിയ ആംബിയൻസാണ്. അങ്ങനെ ഞങ്ങളൊരു ചിക്കനൊക്കെ മേടിച്ച് എല്ലാം ക്ലീൻ ചെയ്ത് വയലിലിട്ട് അടിക്കാനുള്ള പരിപാടി കേട്ടോ. ശ്രീതേട്ട അതിനുള്ള മസാല എല്ലാം കല്ലെ കുത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മസാലയൊക്കെ ഉണ്ടാക്കി ചിക്കനിലേക്ക് എല്ലാം തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂറല്ല 1 ഹവറിനടുത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലും ഇതിന് സെറ്റാവുള്ളൂ. ആ ഉപ്പും മുളകും എല്ലാം കൂടെ അതിലേക്ക് പിടിക്കുള്ളൂ. മസാല എല്ലാം തേച്ച് സെറ്റായി കഴിഞ്ഞപ്പോൾ നമ്മുടെ കോഴിമച്ചാൻ ഇങ്ങനെയുണ്ട് കേട്ടോ. ഈ അവസ്ഥ വന്നിട്ട് കാന്താരിക്ക് നമ്മൾ കൂടുതൽ ഇട്ടിട്ടുണ്ട്. നല്ല എരിവ് വന്നിട്ട് നല്ല രീതിയിൽ. ഇത് റെസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ഫ്രിഡ്ജ് വെക്കുന്നത് കേട്ടോ. നമുക്കിപ്പോൾ വയലിലായതുകൊണ്ട് ഫ്രിഡ്ജൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്ത് തന്നെ വെച്ചാൽ ഈ രീതിയിൽ അങ്ങ് വെച്ച് നമ്മളൊരു മണിക്കൂർ. ഇനി നമുക്ക് ചിക്കൻ കുത്തി വെക്കാനായിട്ടൊരു കമ്പ് വേണം. നമ്മൾ ഇല്ലിക്കമ്പാട്ടോ എടുത്തേ. ഇല്ലിക്കമ്പ് എടുത്ത് കുഴിച്ചിട്ടിട്ട് അതിൻ്റെ ചുറ്റിനും നമ്മൾ എടനേല വെച്ചു. എടനേല വെച്ചിട്ട് ഇല്ലിക്കമ്പിൽ നൂൽക്കമ്പിയുണ്ട്. നല്ല വൃത്തിക്ക് ചിക്കൻ കെട്ടി വെച്ചിട്ട് അതിൻ്റെ മേലെ പാട്ട എടുത്ത് വെച്ചു. പാട്ടയുടെ മേലെ ഒരു വെയിറ്റ് വെച്ചു. ഈ വെയിറ്റ് വെക്കുന്നത് എന്തിനാണെന്നറിയോ? ഇത് മറഞ്ഞു പോകാണ്ടിരിക്കുക. നമ്മുടെ തോട്ടിൽ തന്നെയുള്ള ഒരു കല്ലെടുത്താട്ടോ ശ്രീത്തേട്ട അതിൻ്റെ മേലെ വെച്ചേ. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ചുള്ളിക്കമ്പും നമ്മുടെ കവുങ്ങിൻ്റെ വാരി എല്ലാം കൂടെ എടുത്ത് കൂട്ടിയിട്ടിട്ട് നമ്മുടെ ബ്രോയായിട്ട് ഇത് ശ്രീരാജ് ബ്രോ ഒന്നും നോക്കില്ല, അങ്ങ് തീ അങ്ങ് എത്തിച്ചു. ഒരു 7 മിനിറ്റ് ആളെയും കത്തി. അത് കഴിഞ്ഞിട്ടൊരു 3 മിനിറ്റ് തീ മാറ്റിയിട്ടു. പിന്നെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ സാധനം പുറത്തേക്ക് എടുത്തു കേട്ടോ. ചുറ്റിനുള്ള ചാരമൊക്കെ മാറ്റി, മേലത്തെ വെയിറ്റൊക്കെ മാറ്റി, പാട്ട മെല്ലെ പൊക്കി നോക്കി. എന്താ അവസ്ഥ എന്നറിയില്ല. ഇത് എന്തോ വെന്തില്ലയെന്നറിയില്ല. കുറേ കാലമായി ഇങ്ങനെ ചെയ്തിട്ട്. അങ്ങനെ പാട്ട മാറ്റി നോക്കുമ്പോൾ കാണുന്ന അവസ്ഥയായിട്ടോ ഇത്. നല്ല അടിപൊളിയായിട്ട് കുക്കായി സെറ്റായിരിപ്പുണ്ട് കേട്ടോ. നല്ല നമ്മൾ ഈ എണ്ണയിലൊക്കെ പൊരിച്ചെടുത്ത രീതിയിൽ. അങ്ങനെ നൂൽക്കമ്പി നയിച്ച് നമ്മുടെ ചിക്കൻ എടുത്ത് നമ്മുടെ സ്പോട്ടിൽ കൊണ്ടുവച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, ഉരുപ്പെടുത്ത എല്ലാവരും കൂടെ.